ഹേ സിനിമയിൽ എല്ലാവരും ചാനൽ സ്വാഗതം. എന്ന് കുറച്ച് സിനിമ അപ്ഡേറ്റ് ഉണ്ട്. അത് അപ്ഡേറ്റ് നമ്മുടെ ഗരീഫ് എന്ന പൃഥ്വിരാജ് ചിത്രത്തിൻ്റെ ഈ കാണുന്ന ഒരു പോസ്റ്റർ വന്നിട്ടുണ്ട്. നമ്മുടെ തിയേറ്ററിൻ്റെ സൈഡിൽ നിന്നാണ്. ഒഫീഷ്യൽ പോസ്റ്റർ ഓൺലൈൻ വഴി റിലീസ് ചെയ്തിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പോസ്റ്റർ തന്നെയാണ്. പിന്നെ ഈ കാണുന്ന ഒരു പോസ്റ്റർ ഒഫീഷ്യലായിട്ട് ഓൺലൈൻ വഴി റിലീസ് ചെയ്തായിരുന്നു. ഇത് ഇതിലും കൂടെ ഗംഭീര പോസ്റ്ററാണ്. ഇനി അതുപോലെ തന്നെ നമ്മുടെ അയാങ്കിം എന്ന സിനിമയുടെ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ഒരു സ്റ്റൈലിഷ് പിക്ക്. നിങ്ങൾക്ക് ഏത് സിനിമയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. എല്ലാവരും കാത്തിരിക്കുന്ന ഒരു പൃഥ്വിരാജ് ചിത്രമാണ് ഐ നോബഡി. ചിത്രത്തിൻ്റെ സാറ്റലൈറ്റ് റൈറ്റ്സ് വാങ്ങിച്ചിരിക്കുന്നത് നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാറാണ്. അതായത് OTT-യിലേക്ക് പെട്ടെന്ന് തന്നെ എത്തുന്നതായിരിക്കും. മേ ബി ഓണത്തിൻ്റെ ആ സമയത്ത് തന്നെ ആയിരിക്കും. നമ്മുടെ ജനനായകൻ എന്ന സിനിമയുടെ OTT റിലീസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 21 നമ്മുടെ C5 ചിത്രം OTT റിലീസ് ചെയ്യുന്നതായിരിക്കും. സൂര്യയുടെ വിശ്വനാഥൻ സൺസ് എന്ന ചിത്രത്തിൻ്റെ ട്രെയിലർ ഇന്ന ദിവസം 7 റിലീസ് ചെയ്യുന്നതായിരിക്കും. ടൈം കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം വരുന്നതായിരിക്കും. ഈ വരുന്ന ഓഗസ്റ്റ് 9 നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ വാരണാസി എന്ന ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്ന് നമ്മുടെ മഹേഷ് ബാബുവിൻ്റെ ഒരു പോസ്റ്റർ വരുന്നതായിരിക്കും. ടൊവിനോ, നസ്രിയ എന്നിവർ അഭിനയിക്കുന്ന ചിത്രമാണ് ഗ്രേസിയസ് എൽ ക്ലാസിക്കോ. ചിത്രത്തിൻ്റെ പാക്കപ്പ് അങ്ങനെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉടനെ തന്നെ മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സൈനൈഡ് ജോലിയുടെ കഥ പറയുന്ന ഒരു സീരീസാണ് അണലി. അപ്പോൾ ചിത്രത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു കിടിലൻ സീരീസ് തന്നെ ആവട്ടെ. നമ്മുടെ മിഥുൻ മാനുവൽ തോമസ് ആണ് ഈ സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നത്. നമ്മുടെ സൈജു ഗ്രൂപ്പിൻ്റെ ആരം എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ലുക്ക് വന്നിട്ടുണ്ട്. ഒരു അത്യാവശ്യം ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഫസ്റ്റ് ലുക്ക് തന്നെയാണ്. നാനിയുടെ പാരഡൈസ് എന്ന ചിത്രത്തിൻ്റെ ടീസർ ഇപ്പോൾ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒരു ഗംഭീര ടീസറാണ് വന്നിരിക്കുന്നത്. എന്തായാലും ആരൊക്കെ പാരഡൈസ് എന്ന ചിത്രത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതെന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ഒരു തമിഴ് വെബ് സീരീസിൻ്റെ അപ്ഡേറ്റ് ആണ്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ കോട്ട് എന്ന ഈ തമിഴ് സീരീസ് നമ്മുടെ നായികയായിട്ട് വരുന്നത് യോഗലക്ഷ്മിയാണ്. അപ്പോൾ ഉടനെ തന്നെ അതിൻ്റെ റിലീസ് തീയതിയൊക്കെ വരുന്നതായിരിക്കും. നീംപോളി, സൂരി എന്നിവരൊക്കെ ഉള്ള ചിത്രമാണ് 7 കടൽ 7 മല. ചിത്രത്തിൻ്റെ നമുക്കായി ഒരു വാനം എന്ന ലിറിക്കൽ ഗാനം ഇന്ന ദിവസം റിലീസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ചിത്രത്തിൻ്റെ മറ്റ് അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി അടുത്ത അപ്ഡേറ്റ് നമ്മുടെ റിയോ രാജും പിന്നെ നമ്മുടെ മാളവികയൊക്കെ അഭിനയിക്കുന്ന ചിത്രമാണ് രാംലീല. ചിത്രത്തിൻ്റെ റിലീസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 21 ചിത്രം തിയേറ്ററിലെത്തുക. നമ്മുടെ മണികണ്ഠൻ്റെ ചിത്രത്തിൻ്റെ അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. അപ്പോൾ ചിത്രത്തിൻ്റെ ടൈറ്റിൽ മക്കൾ കാവലൻ എന്നാണ് ചിത്രത്തിൻ്റെ പേര്. നമ്മുടെ മണികണ്ഠൻ ഒരു പോലീസ് വേഷത്തിലാണ് വരുന്നത്. അപ്പോൾ ഇതുപോലത്തെ OTT വാർത്തകളും സിനിമ വാർത്തകളൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.